രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നിവരെ മടക്കിയെത്തിക്കാനുള്ള നാസ സ്പേസ് എക്സ് ദൗത്യം ഉടൻ പുറപ്പെടും. സുനിത വില്യംസും ബുച്ച് വിൽമോറും 2024 ജൂൺ 5 മുതൽ ISS-ലാണ് തുടരുന്നത്. സുനിതയുടെയും ബുച്ച് വിൽമോറിൻ്റെയും ദൗത്യം 8 ദിവസത്തേക്കായിരുന്നു. എന്നാൽ സാങ്കേതിക തകരാറുകൾ മൂലം അവർക്ക് തിരികെ വരാൻ ആയില്ല. വലിയ നേട്ടങ്ങളും പ്രശസ്തിയും തേടിയെത്തുമെങ്കിലും ശാരീരിക മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന സീറോ ഗ്രാവിറ്റി ലോകത്ത് കഴിയുന്ന ശ്രമകരമായ ഈ ജോലിക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയായിരിക്കുമെന്ന് അറിയുക തന്നെയാണ് ഒരു കൗതുകം. GS-13 ബഹിരാകാശ യാത്രികരുടെ ശമ്പളം. GS-30 ഗ്രേഡിലുള്ള ബഹിരാകാശ യാത്രികർക്ക് $81,216 ഏകദേശം 6.7 ദശലക്ഷം ഇന്ത്യൻ രൂപ മുതൽ $1,05,579 ഏകദേശം 8.77 ദശലക്ഷം ഇന്ത്യൻ രൂപ വരെ ലഭിക്കുന്നതാണ്. GS-15 ബഹിരാകാശ യാത്രികരുടെ ശമ്പളം. GS-15 ഉൾപ്പെടുന്ന മുതിർന്ന ബഹിരാകാശ യാത്രികർക്ക് പ്രതിവർഷം 7 ദശലക്ഷം മുതൽ 12.7 ദശലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്നത്. സുനിത വില്യംസ് GS-15 ശമ്പള ഗ്രേഡിന് കീഴിലാണ് എന്ന സൂചനയാണുള്ളത്. അതായത് നാസ രേഖകൾ അനുസരിച്ച് അവരുടെ ഏകദേശം വാർഷിക ശമ്പളം $1,52,258, പ്രതിവർഷം ഏകദേശം 1.26 കോടി രൂപയാണ് ലഭിക്കുന്നത്. ശമ്പളത്തിന് പുറമെ നാസ ബഹിരാകാശ യാത്രികർക്ക് ചില സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. മിക്ക സർക്കാർ ജീവനക്കാരെ പോലെ തന്നെ ബഹിരാകാശ യാത്രികർക്കും ഭവന അലവൻസ് നൽകുന്നു. ചില നാസ ജീവനക്കാർക്ക് മുൻഗണനാ വ്യവസ്ഥകളിൽ കരാർ ലോണുകൾ ലഭിക്കും. നാസ ജീവനക്കാർക്ക് എന്ന നിലയിൽ വില്യംസിനെ പോലുള്ള ബഹിരാകാശ യാത്രികർക്കും അവരുടെ ക്ഷേമത്തിനായി ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പൂർണ്ണ പരിരക്ഷ ലഭിക്കുന്നു. നാസയുടെ രേഖകൾ പ്രകാരം പ്രതിവർഷം 1.26 കോടി രൂപയാണ് സുനിത വില്യംസിൻ്റെ ശമ്പളം. ഇവർക്ക് ശമ്പളത്തിന് പുറമെ മറ്റ് ആനുകൂല്യവും ലഭിക്കുന്നുണ്ട്. ഭക്ഷണ അലവൻസ്, കാർ ലോൺ, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയാണ് ഇതിൽ ചിലത്. അനുഭവപരിചയവും ഏർപ്പെടുന്ന ദൗത്യങ്ങൾ അനുസരിച്ച് ഇവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാമെന്ന് ഓർക്കുക. മാത്രമല്ല, രാജ്യത്തിനും ലോകത്തിനും വിലയേറിയ പല അറിവുകളും നൽകുന്ന നിർണായക നേട്ടങ്ങളിൽ ഭാഗഭാക്കുകളാകുവാനും ചരിത്രത്തിൻ്റെ ഭാഗമാകാനും ഇവർക്ക് സാധിക്കുന്നു. ഇത് തൻ്റെ ബഹിരാകാശ കരിയറിൻ്റെ റിട്ടയർമെൻ്റ് ആണെന്ന് ചിന്തിക്കാൻ പോലും ആവുന്നില്ലെന്ന് ഈ പ്രതിസന്ധിയിലും സുനിത വില്യംസ് പറയുന്നുണ്ട്. ഈ സാഹസികതയുടെ ലഹരിയും പെരുമയിലുമാണ് ഇപ്പോൾ സുനിത വില്യംസ് ഉള്ളത്.